നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇതെവിടെ എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആൻഡ് എ കോൺ ഹാവ് ഈക്വൽ ബേസസ്. ഇപ്പോൾ ഈ ഒരു സിലിണ്ടറിനും ഒരു കോണിനും ഈക്വൽ ബേസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആണ്. അതായത് സിലിണ്ടറിൻ്റെ റേഡിയസും ഈ പറയുന്ന കോണിൻ്റെ റേഡിയസും സെയിം ആണെന്നാണ്. ഓക്കെ, അപ്പോൾ എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആൻഡ് എ കോൺ ഹാവ് ഈക്വൽ ബേസസ് ആൻഡ് ഈക്വൽ ഹൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിന് രണ്ടിനും ഒരേ പൊക്കം കേട്ടോ, ഒരേ ഹൈറ്റുമാണ് ഈ പറയുന്ന സിലിണ്ടറിനും കോണിനും. ഓക്കെ, ആൻഡ് ദെയർ കർവ്ഡ് സർഫസ് ഏരിയാസ് ആർ ഇൻ ദ റേഷ്യോ. രണ്ട് ഒബ്ജക്റ്റിൻ്റെയും ചുറ്റുമുള്ള ഫേസിൻ്റെ കർവ്ഡ് സർഫസ് അല്ലേ, കർവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റും ടോപ്പും ബോട്ടവും ഒഴിച്ച് ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെ ഏരിയ മാത്രമാണ് ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുക. അപ്പോൾ ആ കർവ്ഡ് സർഫസ് ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 8:5 ആണ്. 8:5 വന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദ റേഷ്യോ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് ദെയർ ബേസ് ടു ദെയർ ഹൈറ്റ് ഈസ് 3:4. അതായത് അതിൻ്റെ റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 3:4 ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആൻസർ നമുക്കുണ്ട് 3:4 ആണ്. റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 3:4 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എന്തിൻ്റെ റേഷ്യോ ആണ്? കർവ്ഡ് സർഫസ് ഏരിയ. ഈ പറയുന്ന സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും കർവ്ഡ് സർഫസ് ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ ആണ് 8:5. നമുക്കതിൻ്റെ റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇമേജ് വരയ്ക്കാം. ഒരു സിലിണ്ടറും അതേ ഹൈറ്റുള്ള കോണും. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സിലിണ്ടർ, അതേ ഹൈറ്റിലും അതേ ബേസുമായിട്ട് വരുന്ന ഒരു കോണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഒരു റേഡിയസ് ഉണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെയാണല്ലോ സിലിണ്ടറിൻ്റെ റേഡിയസ്. ഇത് സിലിണ്ടറിൻ്റെ റേഡിയസ്, ഇത് സിലിണ്ടറിൻ്റെ ഹൈറ്റ്, ഇത് കോണിൻ്റെ റേഡിയസ്, ഇത് കോണിൻ്റെ എന്താണ് ഹൈറ്റ് ഇങ്ങോട്ട്. ഇതാണ് കോണിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ്. പിന്നെ കോണിന് നമുക്ക് ഓരോ സാധനം വേണമല്ലോ, എന്താണത്? സ്ലാൻഡ് ഹൈറ്റ്. ഏതാണ്? സ്ലാൻഡ് ഹൈറ്റ് ആണ് വേറെ ഡയമെൻഷൻ കോണിനുള്ളത് കേട്ടോ. അപ്പോൾ സിലിണ്ടറിൽ നമുക്ക് വരുന്ന ഡയമെൻഷൻ റേഡിയസും ഹൈറ്റും ആണ്. കോണിൽ നമുക്ക് വരുന്ന ഡയമെൻഷൻ റേഡിയസും ഹൈറ്റും പിന്നെ സ്ലാൻഡ് ഹൈറ്റും ആണ്. അപ്പോൾ ഇവർ പറഞ്ഞ അനുസരിച്ച് രണ്ടിൻ്റെയും റേഡിയസും സെയിം ആണ്, രണ്ടിൻ്റെയും ഹൈറ്റും സെയിം ആണ്. അതുകൊണ്ട് രണ്ടും ഞാൻ സെയിം ലെറ്റേഴ്സ് യൂസ് ചെയ്തു കേട്ടോ. ഇവിടെ സിലിണ്ടറിന് സ്മോൾ ലെറ്റർ ആർ, റേഡിയസ് സ്മോൾ ലെറ്റർ ആറും ഹൈറ്റ് സ്മോൾ ലെറ്റർ എച്ചും. കോണിനും അതേപോലെ തന്നെ റേഡിയസ് സ്മോൾ ലെറ്റർ ആറും ഹൈറ്റ് സ്മോൾ ലെറ്റർ എച്ചുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം രണ്ടിൻ്റെയും ബേസും സെയിം ആണ്, ഹൈറ്റും സെയിം ആണെന്നല്ലേ പറഞ്ഞേക്കണേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന അനുസരിച്ച് ഗിവൺ എന്ന് പറഞ്ഞേക്കുന്നത് സിലിണ്ടർ ആൻഡ് കോൺ ഹാവ് equal base and equal height അല്ലേ? ഈക്വൽ ബേസ് ആൻഡ് ഈക്വൽ ഹൈറ്റ്. അപ്പം നമുക്കതുകൊണ്ട് സിലിണ്ടറിൻ്റെ ഡയമെൻഷൻ ഏതൊക്കെ വരുന്നത്? സിലിണ്ടർ എന്നൊരു ഹെഡിങ് കൊടുക്കുക. റേഡിയസ് സ്മോൾ ലെറ്റർ ആർ, ഹൈറ്റ് സ്മോൾ എച്ച്, കോണ് റേഡിയസ് സ്മോൾ ആർ, ഹൈറ്റ് സ്മോൾ എച്ച്, പിന്നെ ഏതാ? സ്ലാൻഡ് ഹൈറ്റ് എൽ. എന്നോട് സ്ലാൻഡ് ഹൈറ്റ് യൂസ് ചെയ്യാനുള്ള കാരണം അവർ ഈ പറയും പോലെ നമുക്ക് റേഡിയസും രണ്ടിൻ്റെ റേഡിയസും ഹൈറ്റും അല്ലേ തന്നേക്കണം. എന്നിട്ട് റേഷ്യോ അവർ തന്നേക്കണം. ഗിവൺ റേഷ്യോ എന്ന് പറയുന്നത് ഏതാ? കർവ്ഡ് സർഫസ് ഏരിയ ആണ്. കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയിൽ നമുക്ക് ആക്ച്വലി ഹൈറ്റ് അല്ല വേണ്ടത്, ഏതാ? സ്ലാൻഡ് ഹൈറ്റാണ് വേണ്ടത്. പെർപെൻഡിക്കുലർ ഹൈറ്റ് അല്ല വേണ്ടത്, സ്ലാൻഡ് ഹൈറ്റാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്ലാൻഡ് ഹൈറ്റിൻ്റെ ലെറ്ററും കൂടെ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അവർ തന്നേക്കണ കാര്യത്തിലോട്ട് പോവാണ്. അവർ പറഞ്ഞേക്കാണ് രണ്ട് ഒബ്ജക്റ്റിൻ്റെയും സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും കർവ്ഡ് സർഫസ് ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ ആണ് 8:5 എന്ന്. അപ്പോൾ ഞാൻ എഴുതുകയാണ്, അത് ഫ്രാക്ഷനായിട്ട് എഴുതുകയാണ്. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ്, ആദ്യം പറഞ്ഞേക്കുന്നത് ഏതിൻ്റെ? സിലിണ്ടറിലെ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ബൈ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്ന് പറയണതാണ് 8:5. അപ്പോൾ 8 മേളിലും 5 താഴെ, ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ
2πRH ആണ്. 2πRH ബൈ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്ന് പറഞ്ഞാൽ πRL. കണ്ടോ ഇവിടെ എല്ല് വന്ന് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പടത്തിൽ എല്ല് എന്നും കൂടെ യൂസ് ചെയ്തത്, സ്ലാൻഡ് ഹൈറ്റും കൂടെ യൂസ് ചെയ്തത് കണ്ടോ. പക്ഷേ അവർ തന്നേക്കണ കണക്ഷൻ എല്ലാം അതിൻ്റെ റേഡിയസും പെർപെൻഡിക്കുലർ ഹൈറ്റും സെയിം ആണെന്നേ പറയുന്നുള്ളൂ കേട്ടോ. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കാര്യമാണ്. കോണിൻ്റെ ആ ചരിഞ്ഞിരിക്കുന്ന ഭാഗമാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 8/5 എഴുതാം. ഇനി നമുക്ക് ഈ കോമൺ പൈകൾ കട്ട് ചെയ്ത് കളയാം, കോമൺ ആയിട്ടുള്ള ആറുകൾ കട്ട് ചെയ്ത് കളയാം. ഇനി ബാലൻസ് എന്തുണ്ട്, ഒരു 2h/L എന്ന് പറയണത് 8/5 എന്ന് കിട്ടും. 2h/L 8/5. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു കാര്യം ചെയ്യാം, ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് എന്ത് ചെയ്യുക, ഇവിടെ ഹൈറ്റിനൂടെ ഇൻറ്റു ചെയ്ത് കിടക്കുന്ന 2നെ ഫ്രാക്ഷൻ്റെ അപ്പുറത്തോട്ട് മാറി കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അതായത് ഈ മേളിൽ കിടക്കുന്ന 2 ഇപ്പുറത്ത് വരുമ്പം 8ൻ്റെ അടിയിലായിട്ട് വരും, 5ൻ്റെ കൂടെ വരും. അപ്പം h/L എന്ന് പറയുന്നത് 8/5 × 2. അപ്പോൾ ഈ 2ഉം 8ഉം കൂടെ കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്കിവിടെ 4 ആക്കാം. അപ്പം h/L എന്ന് പറയണത് 4/5 എന്നുള്ളൊരു ആൻസർ കിട്ടും. ഇപ്പം നമുക്ക് കിട്ടിയ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെയാണ് തമ്മിലുള്ള റേഷ്യോ, ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എടുത്തെഴുതാം. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 4x എന്നും സ്ലാൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5. എന്തിനാ എക്സ് എന്ന് എടുക്കുന്നത്, കാര്യം നമുക്ക് ഹൈറ്റ് ആക്ച്വൽ ഹൈറ്റ് അല്ലല്ലോ, പ്രോപ്പർ ലെങ്ത് അല്ലല്ലോ, സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ഒന്നല്ലല്ലോ തന്നേക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ലെങ്തിൻ്റെ റെഡ്യൂസ്ഡ് ഫോം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹൈറ്റ് എടുത്ത് എഴുതിയപ്പോൾ ഞാനൊരു കോൺസ്റ്റൻറ്റും കൂടെ ചേർത്ത് 4x എന്നും മറ്റേത് സ്ലാൻഡ് ഹൈറ്റ് 5x എന്നും എടുത്തത്. ഇസ് ഇറ്റ് ഓക്കെ? ഇനി നമുക്കിനി ഇത് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വലി ഹൈറ്റും റേഡിയസും തമ്മിലുള്ള റേഷ്യോ അല്ലേ. ഹൈറ്റും റേഡിയസും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണുള്ളത്, ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും അല്ലേ. റേഡിയസ് ഇല്ല. റേഡിയസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയും പോലെ ഹൈറ്റും റേഡിയസും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും ഉണ്ടെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടില്ല. എന്താണത്, റേഡിയസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് L² മൈനസ് h² എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് R ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് L എത്രയാണ് ഇവിടെ, സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നതാണല്ലോ L. ദാറ്റ് ഈസ് വാട്ട് 5x ദ ഹോൾ സ്ക്വയർ മൈനസ് ഹൈറ്റ് 4x ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25x² മൈനസ് 16x² എന്നുള്ള ഒരു ആൻസറിലോട്ട് വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 25x² മൈനസ് 16x² എന്ന് പറയുന്നത് എത്രയാണ്, 9x² ആണ്. ഇനി നമുക്ക് അതിൻ്റെ റൂട്ട് എടുക്കാം. 9ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്, x² റൂട്ട് എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ നമുക്ക് റേഡിയസ് എന്ന് പറയുന്ന സാധനം 3x എന്ന് കിട്ടി. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതൊക്കെ ഈ പറയുന്ന റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ അവർ ആദ്യം ഏതാ പറഞ്ഞേക്കണേ, ഷോ ദാറ്റ് ദ റേഷ്യോ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് ദെയർ ബേസസ്. അപ്പോൾ ആദ്യം പറഞ്ഞേക്കണ റേഡിയസ് ആണ്, റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഞാനടുത്ത് ഒരു ഇംപ്ലൈസ് കൊടുത്തിട്ട് എഴുതുന്നു, റേഡിയസും ബേസും തമ്മിൽ റേഷ്യോ ആണ്. അപ്പോൾ അതുകൊണ്ട് റേഡിയസും ഹൈറ്റും തമ്മിൽ റേഷ്യോ. അപ്പോൾ റേഡിയസ് ബൈ ഹൈറ്റ് കേട്ടോ, റേഡിയസ് ബൈ ഹൈറ്റ് എന്ന് എഴുതുക. ഇവിടെ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് 3x ആണ്, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 3x. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ കിടപ്പുകൊണ്ടത് എൻ്റെ 4x ആണ് ഹൈറ്റ്. 4x എഴുതുക. അപ്പം x കട്ടാവും. സോ ദ ആൻസർ ഈസ് 3:4. അപ്പോൾ അവതല്ലേ അവർ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അതാണ്ട് ക്വസ്റ്റ്യനിലുണ്ടത് സാധനം എന്താണ്, ഷോ ദാറ്റ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ റേഡിയസ് ഓഫ് ദെയർ ബേസ് ടു ദ ഹൈറ്റ് ഈസ് 3:4 എന്ന്. അപ്പോൾ ആ ആൻസർ നമ്മളിവിടെ റീച്ച് ചെയ്ത് കഴിഞ്ഞു. റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. ഓക്കെ.